ഇപ്പോൾ ശ്രീമണിയൻ പിള്ള രാജു, അദ്ദേഹത്തെ അനുസ്മരിക്കാൻ. ശ്രീരാജു, ശ്രീനിവാസൻ എന്ന നടൻ ഒരു നടൻ എന്ന നിലയ്ക്ക് മാത്രമായിരിക്കില്ലല്ലോ, നിങ്ങൾക്കൊക്കെയുള്ള ആത്മബന്ധം വലുതായിരിക്കും. അങ്ങ് എങ്ങനെയാണ് ഈ ഘട്ടത്തിൽ ഓർമ്മിക്കുന്നത്? ശരിയാ, പുള്ളിയുടെ വളരെ ക്ലോസ് ഫ്രണ്ട്സ് ആയിട്ടുള്ള മൂന്നാലും ജോലി ഒരാൾ ഞാനാണ്. 1975 പുള്ളി ഫിലിം ചേംബറിൽ ഞാൻ അടയാർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും പാസ്സായി അഭിനയ രംഗത്ത് വന്നവരാണ്. അന്ന് തൊട്ട് തുടങ്ങിയാണ് ഞങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധം. അന്നൊക്കെ ഞങ്ങൾ തുടങ്ങുന്നത് ഞാനും ശ്രീനിവാസനൊക്കെ ചെറിയ വേഷങ്ങൾ, 100 രൂപയുടെ വേഷങ്ങൾ ചെയ്ത് വന്നവരാണ്. ആ സുഹൃത്ത് ബന്ധം എന്നും ഉണ്ടായിരുന്നു. പിന്നെ എന്റെ തന്നെ വെള്ളാനകളുടെ നാട്, ഒരു നാൾ വരും ഒക്കെ പുള്ളിയാണ് സ്ക്രിപ്റ്റ് ചെയ്തത്. പിന്നെ എന്റെ ഹോട്ടലിൽ അഭിനയിച്ചിട്ടുണ്ട്. പുള്ളിയുടെ ഒരു എന്താ പറയാ, ഞാൻ കാണുന്ന 3 മലയാളത്തിലെ ഗ്രേറ്റ് റൈറ്റേഴ്സ് പറഞ്ഞാൽ ഒന്ന് ശ്രീ എം ടി വാസുദേവൻ, ശ്രീ പത്മരാജൻ, പിന്നെ ശ്രീനിവാസനാണ്. പുതിയ തിരക്കഥ എഴുതാൻ വരുന്നവരോടെല്ലാം ഞാൻ പറയും, നിങ്ങൾ ഇവരുടെ ബുക്ക് വായിക്കാതെ നിങ്ങൾ ഒരിക്കലും വരരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ശ്രീനിവാസൻ ഞാൻ അടിക്കടി കാണുമായിരുന്നു. ഇപ്പോൾ ഞാൻ ഈ ഫോണിൽ സംസാരിക്കുമ്പോൾ പുള്ളിക്ക് വ്യക്തമില്ലാത്തതുകൊണ്ട് ഞാൻ ശരിക്കും മാളയിലുണ്ട് ഷൂട്ടിങ്ങിന്. അപ്പൊ ഞാൻ നാളെ പോകാനിരുന്നതാണ്. അപ്പോഴാണ് രാവിലെ ഈ ദുഃഖവാർത്ത അറിയുന്നത്. എന്തായാലും അതിന്റെ ബാക്കി ചടങ്ങുകളൊക്കെ പങ്കെടുക്കുന്നത്. പക്ഷെ ശ്രീനിവാസിന്റെ കൂട്ടൊരു നർമ്മ ബോധമുള്ള ആളെ ഞാൻ എന്റെ ജീവിതത്തിൽ വേറെ കണ്ടിരുന്ന സംശയം. ഇത്രയും ഉള്ള ഒരാള് അത് എന്തിലും ഒരു ഹ്യൂമർ കണ്ടെത്തുകയും എന്നാലും ഒരു പാഴ്വാക്കോ പാഴ് ഡയലോഗോ ഒക്കെ പറയുകയോ എഴുതുകയോ ചെയ്യാത്ത ആളാണ്. സിനിമകൾ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, ശ്രീനിവാസിന്റെ ഒരു പാത എന്ന് പറഞ്ഞാൽ ഒരു വ്യത്യസ്തമായിരുന്നു മറ്റു റൈറ്റേഴ്സിൽ നിന്നൊക്കെ. ശ്രീനിവാസൻ ഒരിക്കലും മറക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ശ്രീനിവാസനുമായിട്ട് ഒന്ന് അടുത്ത് ബന്ധമുള്ളവർക്ക് അല്ലെങ്കിൽ ഒരു സുഹൃത്തായാലും അവരൊന്നും ഒരിക്കലും ശ്രീനിയെ മറക്കൂല. അത്ര സിൻസിയർ ആയിരുന്നു. ആ സിൻസിയാരിറ്റി പുള്ളിയുടെ സ്ക്രിപ്റ്റ് റൈറ്റിംഗിലുണ്ടായിരുന്നു, ആക്ടിങ്ങിലുണ്ടായിരുന്നു, എല്ലായിടത്തും ഉണ്ടായിരുന്നു. അത് പറയാതിരിക്കാൻ പറ്റില്ല. നമ്മളെ വിമർശനങ്ങളൊക്കെ വിട്ടുപോയത്. തന്നെയാണ്, രാഷ്ട്രീയ വിമർശനങ്ങളൊക്കെ തന്നെയാണ് പല സിനിമകളിലും ഉണ്ടായിരുന്നത്. പക്ഷേ ആ വിമർശനങ്ങൾ തന്നെ ഒരു ഹാസ്യത്തിന്റെ മേമ്പൊടിയോടുകൂടി പറയുന്നു, എന്നാൽ അത് കുറുക്കിക്കൊള്ളുകയും ചെയ്യും. ആ രൂപത്തിലുള്ള എഴുത്ത് നമുക്ക് ഇപ്പോഴുണ്ടോ എന്നൊരു സംശയം കൂടിയുണ്ട്, ശ്രീ രാജു. അല്ല, ഉദാഹരണം ഞാൻ പറയുന്നത്, സന്ദേശം എന്നുള്ള സിനിമ ഇടതുപക്ഷക്കാർക്കും വലതുപക്ഷക്കാർക്കും എല്ലാവർക്കും പച്ചമീൻ കടിച്ച പോലെ എല്ലാരെയും പുള്ളി നിശ്ചിതമായിട്ട് അതിനകത്ത് വിമർശിച്ചിട്ടുണ്ട്, ഹാസ്യാത്മകമായിട്ട്. എന്ത് രസമായിരുന്നത്, ഉം. അത് പറയാതിരിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് പുള്ളിയുടെ രീതി. അല്ലാതെ ഏതെങ്കിലും ഒരു പക്ഷം പിടിച്ച് നിൽക്കുന്ന ആളേ അല്ല. വളരെ സ്ട്രൈറ്റ് ആണ്, സിൻസിയർ ആണ് ആള്. വളരെ വളരെ നന്ദി. എനിക്കറിയാം ഈ ഘട്ടത്തിൽ അങ്ങേക്ക് ഒരുപാട് ഓർമ്മകൾ വരുന്നുണ്ടാകാം. പഴയകാല സിനിമകളിൽ നിങ്ങൾ ഒരുമിച്ച് അഭിനയിച്ച ഒരുപാട് ചിത്രങ്ങളുമുണ്ട്. അങ്ങയുടെ സിനിമയിൽ തന്നെ, അങ്ങ് നിർമ്മിച്ച സിനിമകളിൽ തന്നെ അഭിനയിച്ചിട്ടുമുണ്ട്. വളരെ നന്ദി പ്രതികരിച്ചതിന്.